അവനെ പേടിച്ചപ്പോ പുറത്തിറങ്ങാൻ വയ്യ. സത്യം കണ്ട അപ്പ കള്ളു കുടിക്കാൻ നിർബന്ധിക്കും അവൻ. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കവട്ടെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടാലേ അറിയാം രാവിലെ അടിച്ചിട്ടുള്ള വരവാ. സത്യം നമ്മളെയും കൂടെ വിളിക്കാനുള്ള വരവാ. നമ്മൾ പോകരുത്. കള്ളു കുടിക്കാനാണ് വിളിക്കുന്നതെങ്കിൽ ഞാനില്ല. നീ മാത്രം, ഞാനും ഇല്ല. ഈ കാലാവസ്ഥയും ഭൂമിയൊക്കെ ഇതിനിങ്ങനെ അനുകൂലമായിട്ട് നിൽക്കുമ്പോ എങ്ങനെ അടിക്കാതിരിക്കുന്ന? ഞങ്ങൾ ഇരുന്നോളാം. പണ്ട് നിനക്കൊക്കെ വെള്ളം അടിക്കണമെന്ന് പറഞ്ഞപ്പോ 18ാമത്തെ വയസ്സ് സിവിലിൽ കയറി സാധനം എടുത്തെന്ന് ആര്? ഈ ഞാൻ. തെങ്ങും കള്ളു കുടിക്കണമെന്ന് പറഞ്ഞപ്പോ തെങ്ങിൽ കയറി തെങ്ങും കള്ളു എടുത്തെന്ന് ആരാ? ഈ ഞാൻ. എന്നിട്ട് തൊട ഒരിഞ്ഞ് 2 ബീട്രൂട്ട് കണക്കായി പോയി. ഈ തൊപ്പി വെച്ചൊരു ഫയർ ഷോട്ട് അടിക്കണമെന്ന് പറഞ്ഞപ്പോ അണ്ണാക്കിലോട്ട് ഫയർ ഇട്ട് കൊടുത്ത ആരാ? അന്ന് ഇവന്റെ വായി പോയ തീപ്പെട്ടി കൊള്ളി വായി വിരലിട്ട് ഛർദ്ദിപ്പിച്ചാണ് എടുത്തത് ഞാൻ വെളിയിൽ. അവന് നല്ല വിഷമമായി ഏട്ടാ. നമുക്ക് ഇന്നുകൂടെ അടിച്ചിട്ടങ്ങ് നിർത്താം. അജിനെ ഇന്നൂടെ പോവാ നമുക്ക്. വാ ഇന്നൂടെ അടിക്കാം. വാ. ഇതായി കവിട്ടേ. സാറിന്റെ സുഖം തന്നെ. ഓണം കഴിഞ്ഞാൽ ഓഫർ ഒന്നും ഇല്ലേ? ഒരു കൊടയുണ്ട്, അത് ചൂടി അവിടെ ഇരി. എന്നെ താങ്ങാതെ ഇത് താങ്ങിക്കൊണ്ട് പോകും. പോട്ടെ. പൈസ അടുത്ത ആഴ്ച നമ്മളെ വിഷ്ണുവിന്റെ പെങ്ങളെ കല്യാണവും. ഞാൻ ഇല്ലടാ. അവിടെ വന്ന അവന്മാര് കവട്ടേന്ന് വിളിക്കും. കുപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. കവട്ടേന്ന് വിളിക്കട്ടെ. അതിനിപ്പോ എന്താ, നമ്മളെ കൂട്ടുകാരന്മാരല്ലേ. ഞാൻ ഒന്ന് അവന്റെ വീട്ടിലോട്ട് പോട്ടെ, എന്തെങ്കിലും ആവശ്യമൊക്കെ കാണും. കറക്റ്റ് പേര് തന്നെയല്ലേ വീണത്. കവട്ട. നിനക്കൊരു കാര്യം അറിയാവോ? ഇവനെ കരളില്ല. എന്താ കള്ള് കിട്ടിയില്ലേ? ആ വിഷ്ണു ഒന്നും ആള് ശരിയല്ല. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, അവൻ 2 പെഗ് മാത്രമേ എനിക്ക് തന്നോളൂ. 2 പെങ്ങലും കിട്ടിയില്ലേ നക്കാനായിട്ട്? വിനായകൻ, നീ എന്റെ കൂടെ വരുന്ന? അന്ന് ഇറങ്ങി പോടാ ഇറക്കി അവിടുന്ന്. എടാ കവിട്ട എന്നും കവിട്ടയാണ്. ഒരു കാര്യം പറയട്ടാ, ഇറങ്ങി പോടാ ഇവിടുന്ന്. നിനക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളൂ. നമുക്ക് ഒരു തീറ കാച്ചിയാലോ? ഈ ഉഷ്ണത്ത് നേര് പറഞ്ഞാൽ കഴിക്കേണ്ടത് ഒരു തീറ.